കുറച്ച് ലേറ്റ് ആയാലും സൂപ്പറായിട്ടുണ്ട്. പുറത്ത് പോയിട്ട് ദാഹിച്ച് കയറുന്ന ഞങ്ങളിന്ന് ഷാർജ ഉണ്ടാക്കാൻ പോകാം. 4 ബൂസ്റ്റും ഒരു ഓറിയയും പാലും വെച്ചിട്ട്, അതും ശുദ്ധമായ പാൽ വെച്ചിട്ട്. പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് ഇളക്കി എടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് ഞാൻ പാലിളക്കാൻ നോക്കി. പാലിളക്കി വന്നപ്പോഴത്തേക്കിനും 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്കിനും ഏകദേശം 2:30 ആയി. വീട്ടിലെ പശുവിൻ്റെ പാലായതുകൊണ്ടാണ് വേറൊരു കവറിലേക്ക് വെച്ചത്. നമുക്കിനി ഇതിലേക്ക് ബൂസ്റ്റ് ഇടാം. ഇനി കുറച്ച് പഞ്ചസാര, ഇനി പഴം ഇടാം. അരയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മുറിച്ചിടുകയാണ്. പൂവമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് കൂടെ ചേർക്കാം, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ ഷാർജ റെഡിയായി. ഇനി കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ബാക്കി വന്ന ഒരു ഓറിയോയും കൂടെ വെച്ച് എൻ്റെ ഡെക്കറേഷൻ പണികളിവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.